പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, NIOSൻ്റെ സീനിയർ സെക്കൻഡറി ഹോം സയൻസ് ചാപ്റ്റർ 10 ഫാമിലി റിസോഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് എന്നതാണ്. ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ 2 വീഡിയോസായിട്ട് നമ്മൾ ചെയ്യുന്നത്. പാർട്ട് 1, പാർട്ട് 2. പാർട്ട് 1 ആണ് നമ്മളിപ്പോൾ പറയുക. എല്ലാ കുടുംബങ്ങൾക്കും ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യം, വിനോദം, സുരക്ഷിതത്വം എന്നിങ്ങനെ വിവിധ ആവശ്യങ്ങളുണ്ട്. Every family has certain needs such as food, shelter, clothing, education, healthcare, recreation and security. ഈ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തണമെങ്കിൽ in order to fulfill these needs, these families have to use various kind of resources. പലതരം വിഭവങ്ങൾ അവരുടെ കയ്യിലുള്ളത് ഉപയോഗപ്പെടുത്തണം. ചിലർക്ക് പണം കൂടുതലുണ്ടാവും, ചിലരുടെ കയ്യിൽ പണം ഉണ്ടാകുമ്പോഴും സമയം ഉണ്ടാവില്ല. ചിലരുടെ കൈവശം ധാരാളം സമയമുണ്ട്, പക്ഷേ പണമില്ലാതെ വലയുന്നു. ഇതൊക്കെ പല രീതിയിലാണ്. സോ ദീസ് റിസോഴ്സസ് ഇൻക്ലൂഡ് മണി, ടൈം, എനർജി. ചിലരുടെ കയ്യിൽ ആരോഗ്യം ഉണ്ടാവില്ല, അവർ പണം ഉണ്ടാവും, സമയമുണ്ട് ധാരാളം, പക്ഷേ നിത്യരോഗികളായിട്ട് ആശുപത്രി കിടക്കയിലാണെങ്കിലോ നോക്കുക. അപ്പോൾ ദീസ് റിസോഴ്സസ് ഇൻക്ലൂഡ്, കുടുംബത്തിന് ആവശ്യമുള്ള റിസോഴ്സസിൻ്റെ കൂട്ടത്തിൽ പണം മാത്രമല്ല. നമ്മളെപ്പോഴും പണത്തെക്കുറിച്ച് ഓർക്കും. പണം ഒരു നല്ല റിസോഴ്സാണെന്ന് എല്ലാവർക്കും അറിയാം, നല്ലൊരു വിഭവമാണ്. പക്ഷേ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വിഭവമാണ്, മനുഷ്യനുമായി ബന്ധപ്പെട്ട ഒരു വിഭവമാണ് സമയം. മനുഷ്യൻ്റെ ജീവിതത്തിൽ സമയം പ്രധാനമാണ്. എനർജി മനുഷ്യനുമായി ബന്ധപ്പെട്ട ഹ്യൂമൻ റിസോഴ്സ് എന്നതിനെക്കുറിച്ചൊക്കെ പറയുന്നത്. നോളജ് അതും ഹ്യൂമൻ റിസോഴ്സ് തന്നെയാണ്. ഒരു മനുഷ്യനിൽ നിന്ന് നോളജിനെ സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. സോ സ്കിൽസ്, ആ വ്യക്തിയുടെ കഴിവുകളെന്ന് പറയുന്നത് അയാൾക്ക് പാട്ട് പാടാനുള്ള കഴിവ്, ചിത്രം വരയ്ക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ മറ്റ് ജോലികൾ ചെയ്യാനുള്ള കഴിവ്, ശാരീരികമായ ക്ഷമത, ഓടാനും ചാടാനും അത്ലറ്റിക്സിനുള്ള കഴിവ്, അല്ലെങ്കിൽ നല്ല ബുദ്ധിയുണ്ട്, കാര്യക്ഷമതയോടുകൂടി ചിന്തിക്കാനായിട്ട് കഴിയുന്നു, പാട്ട് പാടാനുള്ള കഴിവ്, ഇതെല്ലാം സ്കിൽസാണ്. ഇനി പ്രോപ്പർട്ടി, സ്വത്തുവകകൾ, ഇതൊക്കെ ആ വ്യക്തിയെ സംബന്ധിച്ച് ഉള്ള റിസോഴ്സാണ്. പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഒരു ഹ്യൂമൻ റിസോഴ്സ് അല്ല, അത് നോൺ ഹ്യൂമൻ റിസോഴ്സ് എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ. കുടുംബ സ്വത്ത് അല്ലെങ്കിൽ വാഹനങ്ങൾ, വീട്ടുപകരണങ്ങൾ, ഇതൊക്കെ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് അല്ല, അത് മനുഷ്യേതര വിഭവങ്ങൾ എന്നാണ് പറയുന്നത്. സോ എന്തുമാവട്ടെ, ഈ മനുഷ്യ വിഭവങ്ങളാണെങ്കിലും ശരി, ഹ്യൂമൻ റിസോഴ്സ് ആണെങ്കിലും ശരി, നോൺ ഹ്യൂമൻ റിസോഴ്സ് ആണെങ്കിലും ശരി, തീർച്ചയായിട്ടും നമ്മൾക്ക് വളരെ പ്രധാനമാണ്. ഫാമിലി റിസോഴ്സസിൽ അപ്പോൾ നമ്മളൊന്ന് പണത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ വരുമാന മാർഗ്ഗങ്ങൾ, നമ്മുടെ സമ്പാദ്യം, നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ഷെയർ മാർക്കറ്റിലുള്ള നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് ബാലൻസ്, ഇതൊക്കെ മണി എന്ന കാറ്റഗറി. 2 ടൈമാണ്, അതായത് സമയമുണ്ടെങ്കിലാണ് നമ്മുടെ ജീവിതത്തിൽ ബന്ധങ്ങൾ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കാനും മറ്റുള്ളവരുടെ സ്നേഹം സ്വീകരിക്കാനും കഴിയുള്ളൂ. കുഞ്ഞുങ്ങളെ വാത്സല്യം കൊടുത്ത് മാതാപിതാക്കൾക്ക് വളർത്താൻ സാധിക്കുകയുള്ളൂ. മാതാപിതാക്കളുടെ സ്നേഹം മക്കൾക്ക് ലഭിക്കണമെങ്കിലും അവരുടെ സമയവും കൂടി ഒപ്പം കൊടുക്കാൻ കഴിയണം. സോ എനർജിയാണ് 3ാമത്തെ കാര്യം. ഫിസിക്കൽ എനർജിയും മെൻ്റൽ സ്ട്രെങ്ത്തും എല്ലാം എനർജിയാണ്. ശാരീരികമായി നല്ല ക്ഷമതയുണ്ട്, പക്ഷേ മാനസികമായി നമ്മളാകെ തകർന്നിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫ് ഹാപ്പിഫുള്ളായി അല്ലെങ്കിൽ ജോയ്ഫുള്ളായിട്ട് അല്ലെങ്കിൽ ഹാപ്പി ലൈഫായിട്ട് കണ്ടൻറ്റഡ് ലൈഫായിട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. സോ നോളജാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഇൻഫോർമേഷൻ, അണ്ടർസ്റ്റാൻഡിങ്, ഗെയിൻഡ്, അതും ഒരു റിസോഴ്സാണ്. അപ്പോൾ നമ്മളിപ്പോൾ 4 റിസോഴ്സിനെ കുറിച്ച് പറഞ്ഞത് ഏതൊക്കെയാണ്? മണി, ടൈം, എനർജി, നോളജ്. ഹ്യൂമൻ ലൈഫ് മീനിങ് ഫുൾ ആവണമെങ്കിൽ ഇത്തരം റിസോഴ്സസ് കൂടിയേ തീരൂ. ഇനി തീർന്നില്ല, ഇനിയുമുണ്ട് സ്കിൽസ്, നമ്മുടെ സ്വത്തുവകകൾ. സ്കിൽസ് ഹ്യൂമൻ റിസോഴ്സാണ്. സ്വത്തുവകകളും ഹൗസ് ഹോൾഡ് എക്യുപ്മെൻറ്റ് ഒന്നും ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയാൻ പറ്റില്ല, അതൊക്കെ നോൺ ഹ്യൂമൻ റിസോഴ്സാണ്, മനുഷ്യേതര വിഭവങ്ങളെന്നാണ് പറയുന്നത്. സ്കിൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എബിലിറ്റീസും ടാലൻസുമാണ്. ഇനി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ള ലാൻഡ്, ഹോം, വെഹിക്കിൾ, ഇതൊക്കെയാണ്. ഹൗസ് ഹോൾഡ് എക്യുപ്മെൻറ്റ്സ് തീർച്ചയായിട്ടും നമ്മുടെ ജോലി സമയം കുറയ്ക്കുന്ന, എളുപ്പത്തിൽ നമ്മുടെ സുഖകരമായി അനായാസം നമ്മുടെ ജോലികൾ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഉപകരണങ്ങളെയാണ്. വീട്ടുപകരണങ്ങളൊക്കെ ഹൗസ് ഹോൾഡ് എക്യുപ്മെൻറ്റ്സ് ആണ്. ഇനി അപ്പോൾ കുടുംബത്തിന് ഒരു നല്ലൊരു പ്ലാൻ ഉണ്ടാകണം. എങ്ങനെയാണ് നമ്മുടെ റിസോഴ്സസിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച്. സമയമാണെങ്കിൽ നമ്മൾ സമയം നന്നായി പ്ലാൻ ചെയ്താൽ ധാരാളം സമയം ഉണ്ടാകും. എല്ലാവർക്കും ഒരുമിച്ച് കൂടാനും ഒരുമിച്ച് സംസാരിക്കാനൊക്കെ സമയം കിട്ടും. പ്ലാനിങ് ഇല്ലെങ്കിൽ ഓരോരുത്തരും തോന്നുന്ന പോലെയൊക്കെ സമയം വിനിയോഗിക്കുകയാണെങ്കിൽ ആർക്കും തമ്മിൽ മിണ്ടാൻ പോലും സമയം കിട്ടില്ല. സോ നമ്മുടെ ഫാമിലിക്കുള്ളിൽ വളരെ പ്രഷ്യസ് ആയിട്ടുള്ളൊരു ടൈം, വർത്ത് വൈൽ ആയിട്ടുള്ളൊരു ടൈം നമ്മൾ കണ്ടെത്തണമെങ്കിൽ നമ്മൾ ആ സമയത്തെയും കൂടി എല്ലാവർക്കും ഒരുമിച്ച് കാണാനും എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും കൃത്യമായി നടക്കാനും പറ്റുന്ന രീതിയിൽ പ്ലാൻ ചെയ്യണം. ഒരു വെക്കേഷൻ കിട്ടിയാൽ, നമ്മളത് ഒരു ഹോളിഡേ കിട്ടിയാൽ അതെങ്ങനെ ചെലവഴിക്കണമെന്ന് എല്ലാവരും മുൻകൂട്ടി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും അത് എൻജോയബിൾ ആക്കാൻ സാധിക്കുന്നതാണ്. ഫാമിലി റിസോഴ്സ് മാനേജ്മെൻറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് പ്ലാനിങ് ആൻഡ് യൂസിങ് ദീസ് റിസോഴ്സസ് കെയർഫുള്ളി. കുടുംബ വിഭവങ്ങളെ ശ്രദ്ധാപൂർവം വിനിയോഗിക്കലും പ്ലാൻ ചെയ്യലുമാണ് ഫാമിലി റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. കെയർഫുള്ളി ആൻഡ് ഇഫക്റ്റീവ്ലി. പ്രോപ്പർ മാനേജ്മെൻറ്റ് ഹെൽപ്സ് ഫാമിലീസ് അവോയ്ഡ് വേസ്റ്റേജസ്
ടൈം വേസ്റ്റായി പോയാലും അത് വേസ്റ്റ് ചെയ്യാണ്, പണം വേസ്റ്റായി പോയാലും അത് പാഴായി പോകലാണ്. അതുപോലെ നമ്മുടെ പണവും അല്ലെങ്കിൽ പോലും മറ്റു ഉപകരണങ്ങൾ വേസ്റ്റായി പോയാലും അല്ലെങ്കിൽ സ്വത്തുവകകൾ നഷ്ടപ്പെട്ടു പോയാലും ഒക്കെ നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാൻ കഴിയും. നല്ല രീതിയിൽ ഫാമിലി റിസോഴ്സസിനെ മാനേജ് ചെയ്യാൻ അറിയാവുന്ന വ്യക്തികൾക്ക് അവരുടെ സ്ട്രെസ്സ് നന്നായി കുറയുന്നു, മാനസിക പിരിമുറുക്കം കുറയ്ക്കാം, അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നു, ഫാമിലിയുടെ ഗോൾസ് അവർക്ക് നന്നായി അച്ചീവ് ചെയ്യാനും കഴിയുന്നു എന്നർത്ഥം. അപ്പോൾ വേസ്റ്റേജസ് ഒഴിവാക്കണമെങ്കിൽ എന്ത് വേണം? നല്ല മാനേജ്മെൻറ്റ് വേണം. സ്ട്രെസ്സ് കുറയ്ക്കണമെങ്കിൽ എന്ത് വേണം? നല്ല മാനേജ്മെൻറ്റ് വേണം. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, കുടുംബത്തിൻ്റെ ജീവിത നിലവാരം ഉയർത്തണമെങ്കിൽ എന്ത് വേണം? അതിനും ഇൻ ഓർഡർ ടു ഇംപ്രൂവ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ഫാമിലി, അതും നല്ല ഒരു ടൈം മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ റിസോഴ്സ് മാനേജ്മെൻറ്റ് വേണം. ഇനി അച്ചീവ് ഫാമിലി ഗോൾസ്, ഫാമിലിയുടെ ഗോൾസ് അച്ചീവ് ചെയ്യണമെങ്കിലോ അതിനും ഫാമിലി റിസോഴ്സസിനെ നന്നായി മാനേജ് ചെയ്യണം. നമ്മുടെ 10ാമത്തെ ചാപ്റ്റർ അപ്പോൾ ഫാമിലി റിസോഴ്സസിൻ്റെ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചാണ്. ഇന്ന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന, കുടുംബത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന നല്ല മാനേജ്മെൻറ്റ്, എ ഗുഡ് മാനേജ്മെൻറ്റ് ദാറ്റ് വി ക്യാൻ ഡു ടുഡേ വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് അസ് ടു ബിൽഡ് എ ബെറ്റർ ടുമാറോ. കുടുംബത്തിന് വേണ്ടി നാളെ നല്ലതാക്കാൻ നമ്മളെ സഹായിക്കും എന്നർത്ഥം. In modern life, families face many challenges such as rising expenses, lack of time, ചെലവ് കൂടുന്നു എന്നുള്ളത് ഒരു പരാതി ഒരു വശത്ത്. മറുവശത്ത് സമയം ആർക്കും തികയുന്നില്ല, അല്ലേ? മാതാപിതാക്കൾക്ക് മക്കളെ ശ്രദ്ധിക്കാൻ നേരം കിട്ടുന്നില്ല, മക്കൾക്ക് മാതാപിതാക്കളോട് മിണ്ടാൻ സമയം കിട്ടുന്നില്ല. ഇതൊക്കെ ഇന്നത്തെ ആധുനിക ലോകത്തിൻ്റെ പ്രശ്നങ്ങൾ തന്നെയാണ്. ഉത്തരവാദിത്തങ്ങളോ എല്ലാവർക്കും കൂടിക്കൊണ്ടിരിക്കുന്നു. Therefore, proper management of resources has become very important. അതുകൊണ്ട് നമ്മുടെ റിസോഴ്സസ്, അത് ടൈം ആണെങ്കിലും പണമാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് നോൺ ഹ്യൂമൻ റിസോഴ്സസ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഒക്കെ നമുക്ക് മാനേജ് ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. ഫാമിലി റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഫാമിലി റിസോഴ്സസ് ആർ ദ മീൻസ് അവൈലബിൾ ടു എ ഫാമിലി ദാറ്റ് ഹെൽപ്പ് ഇൻ സാറ്റിസ്ഫൈയിങ് ദ നീഡ്സ് ആൻഡ് അച്ചീവിങ് ദ ഗോൾസ്. നമ്മുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ നമ്മൾ സഹായിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഫാമിലി റിസോഴ്സസ്. നമ്മുടെ ഫാമിലി റിസോഴ്സസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ദീസ് റിസോഴ്സസ് സപ്പോർട്ട് ഫാമിലി മെമ്പേഴ്സ് ഇൻ അവർ ഡെയിലി ആക്ടിവിറ്റീസ് ആൻഡ് ഹെൽപ്പ് ദം സോൾവ് പ്രോബ്ലംസ്. നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിൽ നമ്മളെ സഹായിക്കുന്നു, നമ്മുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. ഈ ഫാമിലി റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദീസ് റിസോഴ്സസ് ആർ നോട്ട് ദ സെയിം ഫോർ എവറി ഫാമിലി. എല്ലാ കുടുംബത്തിലും ഒരുപോലെയല്ല. സം ഫാമിലീസ് മേ ഹാവ് മോർ ഫിനാൻഷ്യൽ റിസോഴ്സസ്. ചില കുടുംബങ്ങൾക്ക് കൂടുതൽ ഫിനാൻഷ്യൽ റിസോഴ്സസ് ഉണ്ട്. വൈൽ അതേഴ്സ് മേ ഹാവ് ബെറ്റർ എഡ്യൂക്കേഷൻ, സ്കിൽസ് ഓർ സപ്പോർട്ട് സിസ്റ്റംസ്. ബെറ്റർ എഡ്യൂക്കേഷൻ, ബെറ്റർ സ്കിൽസ്, ബെറ്റർ സപ്പോർട്ട് സിസ്റ്റംസ് ഒക്കെ ഉണ്ട് എന്നുള്ളത്. ദ പ്രോപ്പർ യൂസ് ഓഫ് റിസോഴ്സസ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ എമൗണ്ട് ഓഫ് റിസോഴ്സസ് അവൈലബിൾ. ഈ റിസോഴ്സസിൻ്റെ പ്രോപ്പർ യൂസ് വളരെ പ്രധാനമാണ്. അത് എത്രത്തോളം റിസോഴ്സസ് ഉണ്ട് എന്നുള്ളതല്ല, വളരെ കുറഞ്ഞ പരിമിതമായ വിഭവങ്ങളുള്ള കുടുംബങ്ങളിലും അത് നന്നായി മാനേജ് ചെയ്താൽ നല്ല സുഖകരമായ കുടുംബജീവിതം സാധ്യമാകും. വിഭവങ്ങൾ ധാരാളമുണ്ട്, പണം ധാരാളമുണ്ട്, സമയം ധാരാളമുണ്ട്, പക്ഷേ എന്നാലും ഇതൊന്നും നന്നായി മാനേജ് ചെയ്തില്ലെങ്കിലോ തീർച്ചയായിട്ടും അത് കൊണ്ടുള്ള പ്രയോജനം കുടുംബത്തിന് കിട്ടുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. സോ റിസോഴ്സസ് ഹെൽപ്പ് ഫാമിലീസ് ടു മീറ്റ് ദെയർ ബേസിക് നീഡ്സ്, ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ്. ബേസിക് നീഡ്സ് എന്തൊക്കെയാണെന്ന് അറിയാലോ? ഫുഡ്, ഷെൽട്ടർ, ക്ലോത്തിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നു. മെയിൻറ്റെയിൻ കംഫർട്ട് ആൻഡ് സെക്യൂരിറ്റി, മേക്ക് ഡിസിഷൻസ് ഈസിലി ആൻഡ് എഫിഷ്യൻ്റ്ലി, അച്ചീവ് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ഗോൾസ്. എല്ലാ കുടുംബങ്ങൾക്കും ഷോർട്ട് ടൈമിൽ അച്ചീവ് ചെയ്യേണ്ട ഗോൾസും ലോങ് ടൈമിൽ അച്ചീവ് ചെയ്യേണ്ട ഗോൾസും ഒക്കെ ഉണ്ടാകും. ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ നമ്മൾ സഹായിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. ഫാമിലി റിസോഴ്സസ് പലതരമുണ്ടെന്ന് നമ്മൾ ഒരിക്കൽ പറഞ്ഞതാണ്, വീണ്ടും പറയുവാണ്. ഹ്യൂമൻ റിസോഴ്സും നോൺ ഹ്യൂമൻ റിസോഴ്സും. ഹ്യൂമൻ റിസോഴ്സ് എന്താണെന്ന് ആദ്യം നോക്കാം. ഹ്യൂമൻ റിസോഴ്സസ് ആർ ദ എബിലിറ്റീസ് ആൻഡ് ക്വാളിറ്റീസ് ഫൗണ്ട് വിതിൻ ഫാമിലി മെമ്പേഴ്സ്. എബിലിറ്റീസ് ആൻഡ് ക്വാളിറ്റീസ് ഫൗണ്ട് വിതിൻ ഫാമിലി മെമ്പേഴ്സ് ആണ് ഹ്യൂമൻ റിസോഴ്സ്. നോൺ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എബിലിറ്റീസ് അല്ല, അത് മെറ്റീരിയൽ റിസോഴ്സസ് ആണ്. ഓക്കെ, മെറ്റീരിയൽ റിസോഴ്സസ് നമ്മുടെ വർക്ക് ഈസി ആക്കാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് പ്രയോജനകരമാവുന്ന കുടുംബ സ്വത്തുക്കൾ അല്ലെങ്കിൽ വീട്, കാറ്, ഇതൊക്കെ എന്തോന്നാണ്? മെറ്റീരിയൽ റിസോഴ്സസ് ആണ്. അത് നോൺ ഹ്യൂമൻ ആണ്, മനുഷ്യേതര വിഭവങ്ങളാണ്. നമ്മുടെ എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസും സ്കിൽസും ഒക്കെ എന്തോന്നാണ്? അത് ഹ്യൂമൻ റിസോഴ്സസ് ആണ്. സോ ഹ്യൂമൻ റിസോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ നോളജ്, നമ്മുടെ ഇൻ്റലിജൻസ്, നമ്മുടെ സ്കിൽസ്, ക്രിയേറ്റിവിറ്റി, ഹെൽത്ത്, ടൈം, എനർജി, ടാലൻസ്, ഇതൊക്കെയാണ്. ഹ്യൂമൻ റിസോഴ്സസ് ഹെൽപ്പ് ഫാമിലി മെമ്പേഴ്സ് പെർഫോം വർക്ക് എഫിഷ്യൻ്റ്ലി ആൻഡ് മേക്ക് വൈസ് ഡിസിഷൻസ്. കാര്യക്ഷമമായി ജോലി ചെയ്യാനും വളരെ എഫിഷ്യൻ്റായിട്ട് അവരുടെ തീരുമാനങ്ങൾ എടുക്കാനും ഈ ഹ്യൂമൻ റിസോഴ്സസ് മനുഷ്യരെ സഹായിക്കുന്നു. കാരണം നല്ലൊരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള പേഴ്സണ് മാത്രമാണ് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുകയുള്ളൂ, വൈസ് ഡിസിഷൻ. സോ നല്ല സ്കിൽസും നല്ല എനർജിയും അവർക്ക് ആവശ്യമാണ്. ഇതൊക്കെ എങ്കിലാണ് എഫിഷ്യൻ്റായിട്ട് അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇൻ്റലിജൻ്റായ
പ്ലാൻ ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, നടപ്പിലാക്കണമെങ്കിൽ എനർജി ആവശ്യമാണ്. സോ നമ്മുടെ ഫാമിലിയുടെ ഹ്യൂമൻ റിസോഴ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നോളജ് ആൻഡ് ഇൻ്റലിജൻസ്, സ്കിൽസ് ആൻഡ് ക്രിയേറ്റിവിറ്റി, ടാലൻസ് ആൻഡ് സ്പെഷ്യൽ എബിലിറ്റീസ്, ദെൻ ടൈം, ദെൻ ഹെൽത്ത് ആൻഡ് എനർജി. ഇതൊക്കെ നമുക്ക് പ്രധാനമാണ് എന്ന് പറയും. ഇനി നോൺ ഹ്യൂമൻ റിസോഴ്സ് ഏതൊക്കെയാണെന്ന്, മെറ്റീരിയൽ റിസോഴ്സസ് യൂസ്ഡ് ബൈ ദ ഫാമിലിയാണ് നോൺ ഹ്യൂമൻ റിസോഴ്സസ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നോൺ ഹ്യൂമൻ റിസോഴ്സസ് ആർ മെറ്റീരിയൽ റിസോഴ്സസ് യൂസ്ഡ് ബൈ ദ ഫാമിലി. എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലാൻഡ് ആൻഡ് പ്രോപ്പർട്ടി, ഹൗസ് ആൻഡ് ഷെൽട്ടർ, മണി ആൻഡ് ക്യാപിറ്റൽ, വെഹിക്കിൾ ആൻഡ് ട്രാൻസ്പോർട്ട്, എക്യുപ്മെൻറ്റ് ആൻഡ് അപ്ലയൻസസ്. ഇനി എന്തൊക്കെയാണെന്ന് നോക്കാം. മണി, ലാൻഡ്, ഹൗസ്, വെഹിക്കിൾസ്, ഫേർണിച്ചർ, ഹൗസ് ഹോൾഡ് അപ്ലയൻസസ്, മെഷീൻസ്, ഇതൊക്കെ എന്താ നോൺ ഹ്യൂമൻ റിസോഴ്സസ് ആണ്. ദീസ് റിസോഴ്സസ് ഹെൽപ്പ് മേക്ക് ഹൗസ് ഹോൾഡ് വർക്ക് ഈസിയർ ആൻഡ് ഇംപ്രൂവ് ഫാമിലി കംഫർട്ടബിൾ. കുടുംബജീവിതം, ഫാമിലി ലൈഫ് കംഫർട്ടബിൾ ആക്കാൻ നമ്മളെ സഹായിക്കുന്നു. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിസോഴ്സസ്, ഈ വിഭവങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് അറിയോ. റിസോഴ്സസ് ഹെൽപ്പ് അവർ ഫാമിലീസ് ടു അച്ചീവ് ഗോൾസ്, നമ്മുടെ ലക്ഷ്യങ്ങൾ നേടാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ഗുണം. രണ്ടാമത്, സം റിസോഴ്സസ് ആർ ലിമിറ്റഡ് ആൻഡ് മസ്റ്റ് ബി യൂസ്ഡ് കെയർഫുള്ളി. ലിമിറ്റഡ് ആണ്, അതുകൊണ്ട് ശ്രദ്ധാപൂർവം വിനിയോഗിക്കണം എന്നുള്ളതാണ് അതിൻ്റെ രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഗുണം എന്ന് പറയുന്നത്, റിസോഴ്സസ് ഡിഫർ ഫ്രം വൺ ഫാമിലി ടു അതർ. ഒരു കുടുംബത്തിലുള്ള റിസോഴ്സസ് ആയിരിക്കില്ല മറ്റൊരു കുടുംബത്തിലുള്ളത്. ഇതാണ് വേറൊന്ന്. ഹ്യൂമൻ റിസോഴ്സ് ക്യാൻ ഇംപ്രൂവ് ത്രൂ എഡ്യൂക്കേഷൻ ആൻഡ് ബൈ ട്രെയിനിങ്. നമുക്ക് മനുഷ്യ വിഭവങ്ങളെ വിദ്യാഭ്യാസത്തിലൂടെ വർദ്ധിപ്പിക്കാൻ സാധിക്കും, ട്രെയിനിങ്ങിലൂടെ നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ പ്രോപ്പർ മാനേജ്മെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് റിസോഴ്സസിന് നല്ല അതിൻ്റെ യൂസ്ഫുൾനെസ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. റിസോഴ്സസിനെ നന്നായി മാനേജ് ചെയ്താൽ അതുകൊണ്ടുള്ള പ്രയോജനം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നതാണ്. ചില റിസോഴ്സസ് റീപ്ലേസ് ചെയ്യാൻ സാധിക്കും, പക്ഷേ ബാക്കി എന്തും റീപ്ലേസ് ചെയ്യാം. ടൈം നമുക്കൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, തിരിച്ച് പിടിക്കാൻ സാധിക്കില്ല. നമ്മുടെ കയ്യിൽ എന്ത് അധ്വാനിക്കാനായിട്ടുള്ള ശേഷി കുറവുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് വേറെ ജോലിക്കാരെ കൊണ്ട് ആ ജോലി ചെയ്യിക്കാൻ സാധിക്കും. അതാണ് പറഞ്ഞു വരുന്നത്. പക്ഷേ നമ്മുടെ സമയം നമ്മുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ സമയം പാഴാക്കിയാൽ അത് തിരിച്ചു പിടിക്കാനും കഴിയില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. സോ ഫാമിലി ഷുഡ് ലേൺ ടു യൂസ് റിസോഴ്സസ് വൈസ്ലി ടു അവോയ്ഡ് വേസ്റ്റേജ് ആൻഡ് ഇംപ്രൂവ് ലിവിങ് കണ്ടീഷൻസ്. നമ്മുടെ വേസ്റ്റേജ് കുറയ്ക്കാനായിട്ട്, നമ്മുടെ ലിവിങ് കണ്ടീഷൻസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് കുടുംബങ്ങൾ പഠിക്കണം എന്നതാണ്. റിസോഴ്സസ് വൈസായിട്ട് ഉപയോഗിക്കാൻ പഠിക്കണം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതാണ് പാർട്ട് 1 നമ്മൾ പഠിക്കാനുള്ളത്. അടുത്ത ഭാഗം പാർട്ട് 2 ചാപ്റ്റർ 10 തുടർച്ച നമ്മൾ പറയുന്നതാണ് അടുത്ത വീഡിയോയിൽ. താങ്ക് യു.